കൂട്ടുകാർക്ക് 9ാം ക്ലാസ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വ്യാകരണമാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ഗർ കഹാനിയിൽ ആദ്യ പേജിൽ തന്നെ ചിബക്കലി ബോലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിബക്കലി പറഞ്ഞു എന്നാണ് അർത്ഥം. പരീക്ഷയ്ക്ക് എന്തായിരിക്കും ചോദിക്കുക? യഹാം ചിബക്കലി കെ സ്ഥാൻ പർ ഗിർഗിഡ് കാ പ്രയോഗ കരേം. ചിബക്കലിയെ മാറ്റി അവിടെ എന്ത് പ്രയോഗിക്കുക? ഗിർഗഡ് എന്ന് പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ചിബക്കലി ബോലി എന്നാണ് പറഞ്ഞേക്കുന്നത്. ബോലി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ബോലി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ആ ബോലി സ്ത്രീലിംഗ ശബ്ദമായിട്ട് വന്നത് അവിടെ സബ്ജക്റ്റ് ചിബക്കലി ആയതുകൊണ്ടാണ്. ഇത്രയും കൂടെ കൃത്യമായി പറഞ്ഞാൽ ഇത് ബോലി എന്ന് പറയുന്നത് സാമാന്യ ഭൂതകാല ക്രിയയാണ്. ബോല, ബോലെ, ബോലി, ബോലിയും എന്ന് പറയുന്നത് സാമാന്യ ഭൂതകാല ക്രിയയാണ്. ഈ സാമാന്യ ഭൂതകാല ക്രിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബോൽ എന്ന് പറയുന്നത് ഒരു അകർമ്മക ക്രിയയാണ്. എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കിയിരിക്കണം, ബോൽ എന്ന് പറയുന്നത് ഒരു അകർമ്മക ക്രിയയാണ്. ഇതുമാത്രമല്ല, നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റ് ചില അകർമ്മക ക്രിയകളുണ്ട്. ലാ, ബോൽ, ഭൂൽ. ഈ 3 ക്രിയകളും അകർമ്മക ക്രിയകളാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കണം. ഇങ്ങനെ അകർമ്മക ക്രിയകളായി വരുമ്പോൾ നമ്മൾ ഭൂതകാലത്തിലായാലും ശരി തന്നെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ലിംഗവചനയ്ക്ക് അനുസാർ, കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ചാണ് അവിടെ ക്രിയ നമ്മൾ മാറ്റി എഴുതുന്നത്. സകർമ്മക ക്രിയ ആണെങ്കിൽ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെ പ്രത്യേകം ചേരും. അത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ഇനി പരിചയപ്പെടും. ഇവിടെ അകർമ്മക ക്രിയയാണ്. ലാ, ബോൽ, ഭൂൽ എന്ന് പറയുന്നത് അകർമ്മക ക്രിയയാണ്. അപ്പോൾ അകർമ്മക ക്രിയ ആയതുകൊണ്ട് അവിടെ സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ച്, ഇവിടെ സബ്ജക്റ്റ് ചിബക്കലിയാണ്, ചിബക്കലിയുടെ ലിംഗവചനം അനുസരിച്ചിട്ടാണ് അവിടെ ക്രിയ എഴുതേണ്ടത്. അപ്പോൾ ക്രിയ അവിടെ പറഞ്ഞിരിക്കുന്നത് ബോലി എന്നാണ്. ചിബക്കലി സ്ത്രീലിംഗമായതുകൊണ്ടാണ് ബോലി എന്ന് വന്നത്. അപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ ഗിർഗിഡ് എന്താണ്? അപ്പം ഗിർഗിഡ് എല്ലാവരും മനസ്സിലാക്കുക. ഗിർഗിഡ് എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ക്രിയയും എന്ത് ചെയ്യണം? നമ്മൾ പുല്ലിംഗത്തിലേക്ക് മാറ്റി എഴുതണം. നമ്മൾ അകർമ്മക ക്രിയയിൽ സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ചിട്ടാണ് നമ്മൾ ക്രിയ എഴുതുന്നത്. സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ക്രിയയും പുല്ലിംഗ ഏകവചനത്തിലായിരിക്കണം. സബ്ജക്റ്റ് സ്ത്രീലിംഗത്തിലാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗത്തിലായിരിക്കണം. എവിടെയാ? ഭൂതകാലത്തിൽ, സാമാന്യ ഭൂതകാല അകർമ്മക ക്രിയകൾ പ്രയോഗിക്കുമ്പോഴാണ്. ഇവിടെ ബോൽ എന്ന് പറയുന്നത് അകർമ്മക ക്രിയ ആയതുകൊണ്ടാണ് സബ്ജക്റ്റായിട്ടുള്ള ചിബക്കലി സ്ത്രീലിംഗമായതുകൊണ്ട് ബോലി എന്ന് ചേർത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഗിർഗിഡ് എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ പുല്ലിംഗ ശബ്ദമാകുമ്പോൾ എന്താണ്? ബോൽ എന്തായിരിക്കണം? പുല്ലിംഗത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ എങ്ങനെ പറയും? ഗിർഗിഡ് ബോല. അപ്പോൾ പരീക്ഷയ്ക്ക് ചിബക്കലി ബോലി, ചിബക്കലി കെ സ്ഥാൻ പർ ഗിർഗിഡ് കാ പ്രയോഗ കരേം എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഗിർഗിഡ് ബോല എന്ന് ആൻസർ ചെയ്യണം.